സ്ത്രീകൾക്ക് സുരക്ഷ വേണം, സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ വേണം, സ്ത്രീകളെ സംരക്ഷിക്കണം. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ രാഷ്ട്രീയക്കാരിൽ നിന്ന് പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി പാട്രിയാർക്കി തകർക്കണം എന്ന് നേരിട്ട് പറയുമ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയം അർത്ഥമുണ്ട്. അടുത്തിടെ രാഹുൽ ഗാന്ധി യുവതികളോട് പാട്രിയാർക്കിയെ തകർക്കണം എന്ന് ആഹ്വാനം ചെയ്തതിനെ കുറിച്ചാണ് ഈ ലേഖനം പറയുന്നത്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് പാട്രിയാർക്കി എന്നത് പുരുഷന്മാരെ മുഴുവൻ കുറ്റക്കാരാക്കുന്ന ഒരു വാക്കല്ല. സമൂഹത്തിലെ അധികാരവും തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും അവസരങ്ങളും പലപ്പോഴും പുരുഷന്മാർക്ക് അനുകൂലമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു സാമൂഹിക വ്യവസ്ഥയാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി എങ്ങനെ വസ്ത്രം ധരിക്കണം, എവിടെ പോകണം, ആരോട് സംസാരിക്കണം, എപ്പോൾ വിവാഹം കഴിക്കണം, വിവാഹത്തിന് ശേഷം ജോലി ചെയ്യണോ വേണ്ടയോ, ഇതൊക്കെ തീരുമാനിക്കാൻ സമൂഹം അവളുടെ മേൽ ചുമത്തുന്ന നിയന്ത്രണങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതേസമയം ഒരു ആൺകുട്ടിക്ക് അതേ കാര്യങ്ങളിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം പലപ്പോഴും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രശ്നം വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല, പ്രശ്നം ഒരു സംവിധാനത്തിലാണ്. ഇവിടെയാണ് സ്ത്രീകളെ സംരക്ഷിക്കണം എന്ന രാഷ്ട്രീയവും പാട്രിയാർക്കി തകർക്കണം എന്ന രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം. സംരക്ഷണം എന്ന വാക്ക് കേൾക്കുമ്പോൾ സ്ത്രീയെ ഒരു ദുർബല വ്യക്തിയായി കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പാട്രിയാർക്കി ചോദ്യം ചെയ്യുക എന്നത് സ്ത്രീക്ക് സംരക്ഷണം മാത്രം നൽകുക എന്നതല്ല, അവൾക്ക് അധികാരവും സ്വാതന്ത്ര്യവും തീരുമാനമെടുക്കാനുള്ള അവകാശവും വേണമെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം പ്രധാനമാണെന്നാണ് പല ലേഖനങ്ങളും വാദിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, പാട്രിയാർക്കി സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതല്ല. ആൺകുട്ടികൾ കരയരുത്, പുരുഷൻ ദുർബലനാകരുത്, കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പുരുഷന്റേതാണ്, പുരുഷൻ തന്നെയാണ് അവസാനം തീരുമാനമെടുക്കേണ്ടത്. ഇത്തരം ആശയങ്ങളും പുരുഷന്മാരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അതേ ജെൻഡർ സ്റ്റീരിയോടൈപ്സിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പാട്രിയാർക്കിയെ ചോദ്യം ചെയ്യുന്നത് പുരുഷന്മാർക്കെതിരെയുള്ള യുദ്ധമല്ല, പുരുഷാധിപത്യത്തെ സ്വാഭാവികമെന്ന് കരുതുന്ന ഒരു സാമൂഹിക സംവിധാനത്തോടുള്ള ചോദ്യമാണ്. ഇവിടെ ജനാധിപത്യത്തിന്റെ കാര്യം വരുന്നു. ജനാധിപത്യം എന്നത് 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുക മാത്രമല്ല, ആരാണ് തീരുമാനമെടുക്കുന്നത്, ആരുടെ ശബ്ദമാണ് കേൾക്കപ്പെടുന്നത്, ആർക്കാണ് അധികാരം, ആർക്കാണ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്നത്, ഇതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഒരു സ്ത്രീക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാൻ പോലും കുടുംബവും സമൂഹവും അനുമതി നൽകേണ്ടി വരുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യം മാത്രമുണ്ടായിട്ട് എന്ത് പ്രയോജനം? വീട്ടിലും സമൂഹത്തും ജോലിസ്ഥലത്തും രാഷ്ട്രീയത്തിലും എല്ലായിടങ്ങളിലും സമത്വം വേണം. ഇതുകൊണ്ടാണ് സ്ത്രീകളെ ഉയർത്തണം എന്നതിനേക്കാൾ ചിലപ്പോൾ സ്ത്രീകളെ പിന്നിലാക്കുന്ന ഘടനകളെ മാറ്റണം എന്ന വാക്കിന് കൂടുതൽ ശക്തി ഉണ്ടാകുന്നത്. കാരണം സ്ത്രീകൾക്ക് കരുണ വേണ്ടെന്നല്ല, പക്ഷെ അവകാശം വേണം, അവസരം വേണം, സ്വാതന്ത്ര്യം വേണം, തുല്യമായ അധികാരം വേണം. അവസാനമായി ഒരു കാര്യം കൂടി, ഒരു രാഷ്ട്രീയ നേതാവ് പാട്രിയാർക്കിയെ കുറിച്ച് സംസാരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം സമൂഹം മാറില്ല. വാക്കുകൾക്ക് പിന്നാലെ നയങ്ങളും നിയമങ്ങളും സ്ഥാപനങ്ങളിലെ മാറ്റങ്ങളും രാഷ്ട്രീയ പ്രാതിനിധ്യവും വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉണ്ടാകണം. രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളെ പിന്തുണയ്ക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും ഈ ചർച്ച ഇവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം യഥാർത്ഥ ചോദ്യം രാഹുൽ ഗാന്ധി പറഞ്ഞോ എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. യഥാർത്ഥ ചോദ്യം ഇതാണ്: ഒരു സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശം അവൾക്ക് തന്നെയാണോ, അതോ സമൂഹം ഇന്നും അവൾക്ക് വേണ്ടി തീരുമാനിക്കുകയാണോ? ആ ചോദ്യം ചോദിക്കുന്നിടത്താണ് പാട്രിയാർക്കിയെ തിരിച്ചറിയുന്നത്. അതിനെ തിരിച്ചറിയുന്നിടത്തുനിന്നാണ് മാറ്റം തുടങ്ങുന്നതും. അതിനാൽ പാട്രിയാർക്കിയെ അതിന്റെ പേരിൽ തന്നെ വിളിക്കുന്നത് ഒരു വാക്കിന്റെ കാര്യമല്ല, അധികാരത്തെ അതിന്റെ പേരിൽ വിളിക്കുന്നതിന്റെ കാര്യമാണ്. സമത്വം വെറും മുദ്രാവാക്യമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യാഥാർത്ഥ്യമാകണം. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ ക്യാമ്പയിൻ നമ്മളോട് പറയുന്നത്. പൂനെയിലായിരുന്നു ഇത്തവണ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ നടന്നത്. അവിടെ വെച്ചാണ് പാട്രിയാർക്കിയെ തകർക്കുക, സ്മാഷ് പാട്രിയാർക്കി എന്ന് പെൺകുട്ടികളോട് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യവും കൂടിയുണ്ട്: നിങ്ങൾ ആരുടെയും അടിമയല്ല, നിങ്ങൾ പ്രൗഡായിരിക്കണം, നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കണം, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം. അതേ സ്റ്റേജിൽ മനുസ്മൃതിയിലെ ഒരു വരിയും അദ്ദേഹം പറഞ്ഞു. മനുസ്മൃതിയിൽ പറയുന്നത് സ്ത്രീ ഒരു അച്ഛന്റെ കീഴിലായിരിക്കണം, അത് കഴിഞ്ഞ് ഭർത്താവിന്റെ, അത് കഴിഞ്ഞ് മകന്റെ. ആ മൈൻഡ് സെറ്റ് തകർക്കണമെന്നാണ് അദ്ദേഹം ആ ചർച്ചയിൽ പറഞ്ഞത്.